നിർമ്മലയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നോടും കൂടി തന്നെയാണ്. ദാവണി കൊടുത്താലും ശരി, സാരി കൊടുത്താലും ശരി, നിങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും കുട്ടികളാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പോറൽ വീഴുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ചീത്തപ്പേര് കേൾപ്പിക്കരുന്ന്. എനിക്ക് കോളേജ് നല്ല പേര് കേട്ടാ. രമണി എന്ന് പറഞ്ഞ ആരും അറിയും. മൂഡ് ഓഫ് ആണോ? എന്താടോ? നമ്മുടെ റോഡിലേക്ക് കയറുന്ന വഴിയിലുള്ള AC ഷോറൂമല്ലേ, അവിടെ കൗണ്ടറിലിരിക്കണ പയ്യൻ അയാൾ എന്നെ ഒന്നും നോക്കിയില്ല. നിരപരാധിയായ എന്നെ അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്തുകൂടെ ഇൻസ്പെക്ടർ? നിരപരാധിയായ ക്യാപ്റ്റനെ പോലീസ് എന്തിന് അറസ്റ്റ് ചെയ്യണം? എനിക്കിപ്പോ ഒരു പബ്ലിസിറ്റി ആവശ്യമാണ്. ഞാൻ മരിച്ചിട്ടില്ല എന്ന് കുറച്ച് സിനിമാക്കാരെങ്കിലും അറിഞ്ഞോട്ടെ. താങ്കൾക്ക് ഈ ആരോഗ്യം വെച്ച് ഒരാളെ റേപ്പ് ചെയ്യാനും കൊല്ലാനും കഴിയില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ലേ? അതൊരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്താണെങ്കിലോ? ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണില്ലേ? അത്ര നീട്ടണ്ടല്ലേ? താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ഇടുതാ. ഞാൻ പാടിത്തരാം. ആരും നീ ഭദ്ര. എടോ, തന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? ഇനി ഞാൻ വന്ന് തിരിക്കണോ? തന്റെ വീട്ടിൽ നിന്നൊന്നുമല്ലോ വിളിച്ചു കൊണ്ടിരുന്നേ. ഇനി കൂട്ടാൻ പറ്റത്തില്ല. മാക്സിമം അല്ലേ? മാക്സിമം കൂട്ടണോ? ഇത് കണ്ടോ, നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. ആഘോഷ ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ചിലപ്പോ ശരിയായി. ദൈവമേ, എന്തെടുക്കാണ്? പാട്ട് കേൾക്കുക. ആരുടെ പാട്ട്? മൈക്കിൾ ജാക്സൺ. ഓ, ക്രിസ്ത്യാനിയല്ലേ? അല്ല, നായരാ. മൈക്കിൾ ജാക്സൺ നായർ. നിങ്ങൾ നോക്കിയെന്നേ. മധുരം ജീവാമൃതബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ. ഇതെന്നെ കാപ്പിക്കാത്തൊരു എരു. ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനെ ഉണ്ടായി. തന്നെ പടം ഇതല്ല നല്ല പടം. നിന്നോട് വെച്ചേ നീ ഇവിടെ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിന്റെ പോരുത്. നീ SMS അയച്ചു ബ്രേക്കപ്പ് ചെയ്യല്ലോ. നേരിട്ട് വന്ന് പറയാനിരിക്കുമായിരുന്നു, പക്ഷെ കുറച്ച് ബിസി ആയിപ്പോയി. അതാ SMS അയച്ചത്. എങ്ങോട്ടൊക്കെ തീർത്തില്ല, ക്ലാസ്സിൽ പോണ അല്ല തൂറാൻ പോയാണ്. ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇതിനെയൊക്കെ മലയാളം പഠിപ്പിക്കുന്നത് എന്നെ വേണം തല്ലാൻ. നിങ്ങൾ ഈ ഉറക്കമുള്ള ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. കല്യാണം കഴിഞ്ഞ് അക്കരേക്കരയും താമസിക്കുമ്പോഴേ രാത്രിയാകുമ്പോ ഒരു വിങ്ങല. എവിടെ? മനസ്സിൽ. എവിടെ?
മനസ്സില് എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ തെക്കോടെ കിടപ്പാണോ? അതന്നെ മൂത്തവര് ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാത്ത നെല്ലിക്ക ഫ്രീ അല്ലേ? ഏത് നായിന്റെ മുമ്പ് പറഞ്ഞിട്ട് ചെയ്തതായാലും പറ്റില്ല. ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് കോലില് എന്റെ തറവാടാത് അവിടെ എത്തിക്കണം. ഈ കുട്ടിയെ ചെറിയ എല്ലെണ്ണം കൂടി നേരം പൊളിച്ചാൻ വേണ്ടാ പോണ്. ഇവരെയും കൊണ്ട് ചുംബന സമരത്തിൽ പങ്കെടുക്കാൻ പോവാ. എന്തേ നീ പോരണ്ട? മലയ്ക്ക് പോവാൻ മാലട്ടു. The best actor award goes to Mohan Kumar. Mr. Mohan Kumar is a... സാറേ, കൺഗ്രാജുലേഷൻ സാർ. താങ്ക് യു. സന്തോഷമായി. മനസ്സിലായില്ലേ? എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സജി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജർ. സാറിന് അവാർഡ് കിട്ടിയ വാർത്ത ദേ പത്രത്തിലുണ്ട്. സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ? നിന്റെ തലയ്ക്കകത്ത പിണ്ണാക്കാണ്. എന്റെ കൈയും കാലും മറച്ചുപോയി. ഞാനൊരു സർപ്രൈസ് കൊടുത്തല്ലേ? ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അവാർഡ് പ്രഖ്യാപിച്ചിട്ട് 5 മിനിറ്റ് ആയുള്ളൂ. നാളത്തെ പത്രം നീ എങ്ങനെ ഇന്ന് കൊണ്ടുവരും? നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കളക്കിളക്കിയത് ഈ പ്രാവശ്യം. വൈറൽ എന്ന് പറഞ്ഞാൽ മധുര വൈറലാണ്. ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ? ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. നിങ്ങൾ സിനിമാ താരം ആഘോഷമേനല്ലേ? ആഘോഷമേനം തന്നെയല്ലേ? ആഘോഷമേനോനാണ്. എന്താ കുഴപ്പം? ഇതിപ്പോ വലിയ കഷ്ടമല്ലോ. സ്വസ്ഥമായിട്ട് വന്ന് കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. സാറേ സാർ, നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത്. പ്ലീസ് ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാവങ്ങളെ സഹായിക്കാനോ പറ്റില്ല. എന്തായി എല്ലാ ഗതിയും പിടിച്ചാ? ആയില്ല. എന്തായി നിന്റെ കാര്യം? നിനക്കെന്തെങ്കിലും ആയ? ഞങ്ങളിവിടെ അതിന്റെ അന്വേഷണ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. നിനക്കെന്തെങ്കിലും ചെറിയ പരിപാടി അങ്ങനെ ചെയ്തോടെ? വല്ല സിവിൽ സർവീസ് അങ്ങനെ എന്തെങ്കിലും ചെറിയ പരിപാടി പിടിക്കേ. ഞാൻ പിന്നെ വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് ബിടെക് ആയിട്ട് പിന്നെ എംടെക് പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതെന്തായി? അതിന് ബിടെക് പാസ്സാവണ്ടേ? ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിച്ചു എന്ന് കരുതി ആശ്വസിക്കുക സൈമ. എന്തുട്ട് ഇയാളീ പറഞ്ഞത്? 93 വയസ്സായി. നേരത്തെ വിളിച്ചു. നേരത്തെ വിളിച്ചിണ്ടാവും. കേട്ടത് ഇപ്പഴായിരിക്കും. ആൾക്ക് ചെവി കുറവാ.